നമസ്കാരം. യെല്ലോ ജേർണലിസം, ക്ലിക്ക് ബൈറ്റ്സ്, സെൻസേഷണലിസം, അജണ്ട സെറ്റിംഗ്, മീഡിയ ട്രെയിൻ ഇതൊക്കെയാണ് ഇന്നിന്റെ കാലത്തെ മാധ്യമ പ്രവർത്തനം. ആളിക്കത്തുന്ന വീട്ടിൽ നിന്ന് ഇഞ്ചിമിട്ടായി തിരയുന്ന മാധ്യമ പ്രവർത്തനമാണ് ഇന്നിന്റെ ജേർണലിസം എന്ന ജീർണലിസം. സത്യം വരാൻ വൈകിയേക്കാം, പക്ഷേ നുണകൾക്ക് ചിറകുണ്ടെന്നും അത് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി പറന്നു നടക്കുമെന്നും അറിയാവുന്ന മാധ്യമങ്ങൾ ഇതാണ് വാർത്ത എന്ന പേരിൽ നമുക്ക് മുന്നിലേക്ക് വെക്കുന്നതെല്ലാം വാർത്തയല്ല എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കണം. അഡ്വക്കേറ്റ് അനിൽകുമാർ 24 ചാനലിലെ ശ്രീകണ്ഠൻ നായർക്ക് എഴുതിയ പോസ്റ്റും ചില ഫാക്ടുകളും ഒക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് അഡ്വക്കേറ്റ് അനിൽകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കാം. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായർക്ക് ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു മികവാർന്ന സീനിയർ മാധ്യമ പ്രവർത്തകനാണ് ന്യൂസ് 24ലെ SKN. അദ്ദേഹം പല മാറ്റങ്ങളും മാധ്യമ മേഖലയിൽ കൊണ്ടുവന്ന ആദ്യ പതികനുമാണ്. ചാനൽ ചർച്ചകളിൽ ആങ്കർമാർ പാലിക്കേണ്ട ഔചിത്യം അദ്ദേഹത്തിൽ നിന്നും കണ്ടുപഠിക്കണം. ഇത് ഹാഷ്മിക്കിട്ട് കൊട്ടിയ കൊട്ടാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ചർച്ചയിൽ പങ്കെടുക്കുന്ന മിക്കവർക്കും അതാണ് ഇഷ്ടം, കാണികൾക്കും. കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് CPM പ്രതിനിധിയായി എന്നെ വിളിച്ചിരുന്നു. ദുബായിൽ സന്ദർശനത്തിലായിരുന്ന ശ്രീ ജോസ് കെ മാണി കൈമാറിയ വിവരമനുസരിച്ച് ഒരു മുന്നണി മാറ്റ ചർച്ചയും പാർട്ടിയിൽ ഇല്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് കേരള കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം ഞാനൊരു ചിത്രം കൂടി FB-യിൽ ഇട്ടു. അത് ആ പാർട്ടി നേതൃത്വത്തിന്റെ നിലപാട് മനസ്സിലാക്കിയാണ്. ചർച്ചയിൽ സംസാരിക്കും മുമ്പ് ഞാൻ ഉറപ്പുവരുത്തിയത് കേരള കോൺഗ്രസ് ഒരു ഘട്ടത്തിലും മുന്നണി സംബന്ധിച്ച് മറ്റൊരു ആലോചന നടത്തിയിട്ടില്ല എന്ന കൃത്യമായ സന്ദേശം മനസ്സിലാക്കിയാണ്. ഞാൻ ന്യൂസ് 24 ചർച്ചയിൽ അത് ആധികാരികമായി പറഞ്ഞു. എന്നാൽ ബഹുമാനപ്പെട്ട SKN അത് അംഗീകരിച്ചില്ല. മറിച്ച് കൃത്യമായ വിവരം അദ്ദേഹത്തിനുണ്ട് എന്നും എനിക്ക് തെറ്റുപറ്റിയെന്നും ആധികാരികമായി പറഞ്ഞു. ബഹുമാനപ്പെട്ട SKN ഉൾപ്പെടെ പല മാധ്യമ പ്രവർത്തകരും വ്യാജ വാർത്തയ്ക്ക് ഇരയായി എന്ന് ഞാൻ ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി. കേരള കോൺഗ്രസ് ചെയർമാൻ വിദേശ സന്ദർശനത്തിനിടയിൽ എനിക്ക് കൈമാറിയ സന്ദേശം സത്യമായിരുന്നു എന്നാണ് പിന്നീടുള്ള എല്ലാ സംഭവങ്ങളും തെളിയിച്ചത്. ആ പാർട്ടി ബന്ധപ്പെട്ട ആരെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യം ഉത്തരമില്ലാതെ അവശേഷിക്കുന്നു. കനകൂല് നിയോഗിച്ച ഏജന്റുമാർ മാധ്യമങ്ങൾക്കിടയിൽ വ്യാജം നിർമ്മിക്കുന്നു. അതറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ നുണ നിർമ്മിക്കുന്നവരെ തിരിച്ചറിയാം. എന്നാൽ അതിൽ ഇരകളുമുണ്ട്. ബഹുമാനപ്പെട്ട SKN അങ്ങ് അതിനിരയായതിൽ ഖേദമുണ്ട്. വ്യാജ നിർമ്മിതികളെ കരുതിയിരിക്കുക. വയനാട് ഫണ്ട് ചിലവ് കണക്ക് എന്ന പേരിൽ കള്ളവാർത്ത നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാരിന് നൽകിയ നിവേദനം ഉപയോഗിച്ച് തോർക്കുക. അവർ അത് തുടരും, ഓർമ്മിക്കണം എന്നാണ് അഡ്വക്കേറ്റ് K അനിൽകുമാർ പറഞ്ഞത്. അനിൽകുമാറിനെ ഞാൻ ഒന്ന് ചെറുതായിട്ട് തിരുത്തുകയാണ്. ശ്രീകണ്ഠൻ നായർ ഇവിടെ ഇരയാണ് ഈ വാർത്തയിൽ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹം ഒരു വേട്ടക്കാരനാണെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ഞാൻ വളരെ വിശദമായി തന്നെ എന്റെ പ്രേക്ഷകരോട് പറയാം. ഇത്ര ഗൗരവ സ്വഭാവമുള്ള ഒരു വാർത്ത നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു അന്തിച്ചർച്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തുമ്പോൾ, ഒരു മാധ്യമ പ്രവർത്തകൻ പ്രാഥമികമായി എന്തൊക്കെ ഈ ഒരു വിഷയത്തിൽ ജാഗ്രതയാകും പുലർത്തുക, അല്ലെങ്കിൽ എങ്ങനെയാകും ഇത്തരം ഒരു വാർത്തയെ നേരിടുക എന്നൊന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വാർത്ത നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അത് ആധികാരികമാണോ എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യുക? ഇപ്പോൾ ഈ UDF-ലേക്ക് ജോസ് കെ മാണിയുടെ പാർട്ടി പോകുന്നു, അല്ലെങ്കിൽ LDF വിടുന്നു, ഇങ്ങനെ ഒരു പ്രതീക്ഷ സൃഷ്ടിക്കുന്ന ഒരു അന്തിച്ചർച്ചയാണല്ലോ നടന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം ആരെയാണ് വിളിക്കുക? ഈ പാർട്ടിയുടെ ചെയർമാനെ വിളിക്കും, അതായത് ജോസ് കെ മാണിയെ വിളിക്കും. ഇങ്ങനൊരു സംഭവം കേട്ടല്ലോ, ഇങ്ങനൊരു വാർത്ത കേട്ടല്ലോ, അത് സത്യമാണോ എന്ന് ചോദിക്കും. എന്നാൽ ഈ വിഷയത്തിൽ ജോസ് കെ മാണി ഇതിനോടകം തന്നെ ഈ അന്തിച്ചർച്ച നടത്തുന്നതിന് മുമ്പ് തന്നെ പ്രതികരണം രേഖപ്പെടുത്തിയതാണ്. ഞങ്ങൾ എങ്ങോട്ടേക്കും ഇല്ല, ഞങ്ങൾ LDF-ൽ തന്നെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞതാണ്. എന്നിട്ടും ഇങ്ങനെ ഒരു ചർച്ച നടന്നു എന്നുള്ളതാണ്. ഇനി വിളിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം ഒരു പ്രതികരണം രേഖപ്പെടുത്തുമല്ലോ. ആ പ്രതികരണം രേഖപ്പെടുത്തുമ്പോൾ എന്താണ് ആ ആങ്കറിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇവർ പോകുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ജോസ് കെ മാണിയുടെ നമ്പർ ഇവരുടെ കയ്യിലില്ലേ? ഇനി ജോസ് കെ മാണിയുമായിട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം എടുക്കാനുള്ള സോഴ്സുകൾ ഇവരുടെ കയ്യിലില്ലേ? അപ്പൊ ഇവരിതൊക്കെ ഉപയോഗിച്ച് കാണില്ലേ എന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതൊന്നും ഉപയോഗിക്കാതെ, ഇതൊന്നും വിളിച്ചു ചോദിക്കാതെയാണ് അന്തിച്ചർച്ച നടത്തിയെങ്കിൽ ശ്രീകണ്ഠൻ നായർ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണെന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് പോലും വിളിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയും. പൊതുവെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ അന്തിച്ചർച്ചയ്ക്ക് മുമ്പ് നടത്തിയിരിക്കണം. അപ്പോൾ ഇതൊക്കെ നടത്തിയിട്ടുണ്ടാവുന്നു. ഇപ്പൊ നടത്തിയിട്ടില്ലെങ്കിൽ പോലും ഇദ്ദേഹം ഈ നടത്തിയിട്ടുള്ള ആ അന്തിച്ചർച്ചയുടെ ഉദ്ദേശം, അജണ്ട എന്താണ്, ആ പ്രൊപ്പഗാൻഡ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ഘടകകക്ഷികൾ അത്ര സന്തോഷത്തിലല്ല, പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ഒന്ന് സന്തോഷത്തിലല്ല എന്ന് വരുത്തി തീർക്കുക എന്നത് മാത്രമാണ്. ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ വളർത്തുക എന്നുള്ളത് മാത്രമാണ്. LDF 3.0 സംഭവിക്കുമെന്ന് മനസ്സിലായപ്പോൾ ഇപ്പോ ഇതിനിടയിൽ കുറെ പ്രശ്നങ്ങളൊക്കെയാണ്. ഈ കപ്പൽ മുങ്ങുകയാണ്, അതുകൊണ്ട് പലരും ഈ കപ്പലിൽ നിന്ന് UDF-ലേക്ക് പോവുകയാണ് എന്നൊക്കെ ഒരു പ്രതീക്ഷ സൃഷ്ടിക്കാൻ വേണ്ടി മനഃപൂർവ്വം അദ്ദേഹം നടത്തിയതായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഇദ്ദേഹം ഇരയാണ് എന്ന് ചില ആളുകളൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണയാണെന്ന് പറഞ്ഞു വെക്കുകയാണ്. ജനാധിപത്യത്തിന്റെ 4ാം തൂണായി വിശേഷിപ്പിക്കപ്പെടുന്ന മാധ്യമങ്ങൾ ഇന്ന് പലപ്പോഴും 4ാം തരം വാർത്തകളിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് നാം കാണുന്നത്.
ഉള്ളത് പറഞ്ഞാൽ ഉരിപ്പാല്, ഇല്ലാത്തത് പറഞ്ഞാൽ ബ്രേക്കിംഗ് ന്യൂസ് എന്നതാണ് ഇന്നിന്റെ മാധ്യമ നയമെന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ. കാള പെട്ടെന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കുന്ന ആവേശത്തിലാണ് പല ചാനലുകളും. ഒരു വാർത്തയുടെ സത്യാവസ്ഥ പരിശോധിക്കാൻ ആർക്കും ഇപ്പോൾ സമയമില്ല. ആര് ആദ്യം കൊടുക്കുന്നു എന്ന മത്സരത്തിനിടയിൽ മത്സരിക്കുന്നത് സത്യം എന്ന പാവം മാത്രമാണെന്ന് പറയാതെ വയ്യ. വായനക്കാരെയും പ്രേക്ഷകരെയും വെറും ഉപഭോക്താക്കളായി മാത്രം കാണുന്ന ഒരു റൈറ്റിംഗ് ഭ്രാന്തിനെതിരെ നാം ജാഗ്രത പാലിക്കണമെന്ന് എന്റെ പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തുകയാണ്. സത്യം കാണാൻ കണ്ണു തുറന്നാൽ മാത്രം പോരാ, ഇടയ്ക്ക് ഈ ചാനൽ റിമോട്ട് ഉണ്ടല്ലോ, ആ ചാനൽ റിമോട്ടൊക്കെ ഒന്ന് ഉപയോഗിച്ച് ചാനലുകളൊക്കെ ഇടയ്ക്കൊന്ന് മാറ്റുകയും വേണം. വ്യാജ വാർത്തകളെ തിരിച്ചറിയാനും അവയെ പ്രതിരോധിക്കാനും നമുക്ക് സാധിക്കണം. വാർത്തകൾ അറിയാനുള്ളതാകണം, വിൽക്കാനുള്ളതാകരുത് എന്ന് പല മുതിർന്ന മാധ്യമ പ്രവർത്തകർ എന്ന ലേബലിൽ ഇരിക്കുന്ന ആളുകളെയും ഒക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വിദേശത്ത് പ്രത്യേകിച്ച് സ്വിസ് ബാങ്കിൽ രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്ന ചില മാധ്യമങ്ങളുടെ വാർത്തയൊക്കെ ഒന്ന് നിങ്ങൾ ഓർക്കുന്നില്ലേ? പല സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും ഒക്കെ അത് പ്രചരിപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നില്ലേ? എന്നിട്ട് എന്താണ് സംഭവിച്ചത്? പിന്നീട് എന്താണ് ഉണ്ടായത്? ഇത്തരത്തിലുള്ള ഒരു തെളിവും അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചില്ല. ഇതായിട്ട് ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികളൊക്കെ അന്വേഷണം നടത്തി കേട്ടോ. പക്ഷേ ഇതൊക്കെ കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമായിരുന്നുവെന്ന് പിന്നീട് കണ്ടെത്തി. പക്ഷെ അതിന്റെ പേരിൽ നമ്മുടെ മാധ്യമങ്ങൾ എത്ര അന്തിചർച്ചയാണ് നടത്തിയത് ഓർമ്മയില്ലേ? ലൈഫ് മിഷനിലെ റെഡ് ക്രസന്റ് കരാർ വിവാദം വെറും വ്യാജ വാർത്തയാണെന്ന് പിന്നീട് നമ്മൾ കണ്ടില്ല. അതിന്റെ പേരിൽ എത്ര അന്തിചർച്ചയാണ് നടത്തിയത്? സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ ഖുറാൻ വിവാദം, സ്വർണ്ണ കള്ളക്കടത്ത് കേസ് ഓർക്കുന്നില്ലേ? ഖുറാൻ വിവാദം, അതിന്റെ പേരിൽ ജലീലിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് എത്ര വ്യാജ വാർത്തയാണ് നടത്തിയത്, എത്ര രീതിയിലുള്ള അന്തിചർച്ചയാണ് നടത്തിയത്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? അതും പെരുന്നുണയാണെന്ന് കണ്ടെത്തിയില്ലേ? മുഖ്യമന്ത്രിയുടെ UAE സന്ദർശനം, ബിരിയാണി ചെമ്പ് വിവാദം, അങ്ങനെ എത്ര വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച മാധ്യമങ്ങളാണ് നമ്മുടെ മലയാളത്തിലെ ഇത്തരം മാധ്യമങ്ങൾ. PA മുഹമ്മദ് റിയാസ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ സ്വർണം പൂശിയ പൈപ്പുകൾ പിടിപ്പിച്ചു എന്ന ചില ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്തകൾ നൽകിയത് ഓർക്കുന്നില്ലേ? നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ വലിയ രീതിയിൽ അന്ന് അത് പ്രചരിച്ചിരുന്നു. ഇത് പച്ചക്കള്ളമാണെന്ന് പിന്നീട് തെളിഞ്ഞില്ലേ? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശ സന്ദർശനത്തിലെ മകൾക്ക് നെതർലാൻഡില് ജോലി ശരിയാക്കാൻ ശ്രമിച്ചു എന്ന തരത്തിൽ ചില മാധ്യമങ്ങൾ, പല പ്രമുഖ മാധ്യമങ്ങൾ ഒരു കാലത്ത് വ്യാജ വാർത്ത നൽകി. ഇത് പൂർണ്ണമായും അതായത് വ്യാജ വാർത്തയാണെന്ന് പിന്നീട് തെളിയുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷെ എന്താണ് സംഭവിച്ചത്? അപ്പോഴത്തേക്കും നുണ ഒരുപാട് ഇങ്ങനെ മൊത്തം എല്ലായിടങ്ങളും ഒന്ന് കറങ്ങിത്തിരിഞ്ഞു വന്നിരുന്നു. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന്റെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് കരാറെടുത്ത കമ്പനിക്ക് സർക്കാരിലെ ഉന്നതരുമായി ബന്ധമുണ്ടെന്നും കോടികളുടെ അഴിമതി നടന്നുവെന്നും വലിയ പ്രചാരണം പ്രതിപക്ഷം നടത്തി. നമ്മുടെ മാധ്യമങ്ങളും അത് വെച്ച് നല്ല രീതിയിൽ ആ വാർത്ത അങ്ങ് കൊഴുപ്പിച്ച് സർക്കാരിനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമം നടത്തി. അവിടെ തീയണയ്ക്കാനും അവിടെ പല രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നപ്പോഴും ഈ ഒരു വ്യാജ വാർത്തയായിരുന്നു, ഈ ഒരു ചർച്ചയായിരുന്നു മാധ്യമങ്ങളിലൊക്കെ കൊടുമ്പിരി കൊണ്ട് നടന്നത്. പിന്നീട് എന്താണ് കണ്ടത്? കരാർ നടപടികൾ സുതാര്യമായിരുന്നുവെന്നും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് കാര്യങ്ങൾ നടന്നതെന്നും ഒക്കെ പിന്നീട് വ്യക്തമാക്കി. നമ്മുടെ മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അത് തിരുത്തുകയോ അത് നുണയാണെന്ന് പറയുകയോ ചെയ്തില്ല കേട്ടോ. തീപിടുത്തം ഒരു അപകടമായിരുന്നുവെന്നും അഴിമതിയില്ലെന്നും അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. അപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ ആ വ്യാജ വാർത്ത തിരുത്തിയില്ല. K-ഫോൺ പദ്ധതി ഓർക്കുന്നില്ലേ? പൂർണ്ണ പരാജയമാണെന്നും ഇതിൽ ഉപയോഗിച്ച കേബിളുകൾ ഗുണനിലവാരമില്ലാത്തതാണെന്നും ഒക്കെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നമ്മുടെ പ്രതിപക്ഷം അത് ഏറ്റെടുത്തുകൊണ്ട് വലിയ രീതിയിൽ സർക്കാരിനെ ആക്രമിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. കേരളത്തിലെ ലക്ഷക്കണക്കിന് വീടുകളിൽ അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകളിൽ K-ഫോൺ ഇന്റർനെറ്റ് എത്തിയതോടെ ഇതൊക്കെ വ്യാജ പ്രചരണമാണെന്ന് പൊളിഞ്ഞു. ആ വിഷയത്തിൽ തന്നെ അഴിമതി ആരോപണങ്ങളിൽ പലതും തന്നെ സാങ്കേതികമായ അറിവില്ലായ്മ കൊണ്ടോ രാഷ്ട്രീയ വിരോധം കൊണ്ടോ ഉന്നയിച്ചതാണെന്ന് പിന്നീട് തെളിഞ്ഞു എന്നത് ഒരു വസ്തുതയല്ലേ? കോവിഡ് കാലത്ത് ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ അമേരിക്കൻ കമ്പനിയായ സ്പ്രിംഗറിന് സർക്കാർ വിറ്റു എന്നതായിരുന്നു ആരോപണം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൽദോസ് കുന്നപ്പള്ളി MLA ഒക്കെ നടത്തിയ പല രീതിയിലുള്ള വാർത്താ സമ്മേളനങ്ങൾ ഇപ്പോൾ ഓർക്കുമ്പോൾ ചിരിയാണ് വന്നു പോകുന്നത്. ഡാറ്റ സുരക്ഷിതമാണെന്നും അത് സർക്കാരിന്റെ നിയന്ത്രണത്തിലാണെന്നും ഒക്കെ IT വകുപ്പ് വ്യക്തമാക്കിയതോടെ ഈ വിവാദവും അടങ്ങി. പക്ഷെ അപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ടൊരു ഇതൊക്കെ വ്യാജ വാർത്തയാണ് അല്ലെങ്കിൽ വ്യാജ വാർത്തയായിരുന്നു, ഇതൊക്കെ പ്രതിപക്ഷത്തിന്റെ അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകളായിരുന്നു എന്ന് പറഞ്ഞ് അന്തിച്ചർച്ച നടത്താനും തയ്യാറായില്ല കേട്ടോ. അഴിമതി ആരോപണങ്ങൾ കാരണം ലൈഫ് മിഷൻ പദ്ധതി നിലച്ചുവെന്നും ഇനി വീടുകൾ നൽകില്ലെന്നും പല മാധ്യമങ്ങളും ഇവിടെ വാർത്ത നൽകി അല്ലെ? ആരോപണങ്ങൾക്കിടയിലും 4.5 ലക്ഷത്തിലധികം വീടുകൾ പൂർത്തിയാക്കി സർക്കാർ ഇതൊക്കെ വ്യാജ വാർത്തയാണെന്ന് തെളിയിച്ചു. പദ്ധതി മുടങ്ങി എന്ന പ്രചാരണം അതോടുകൂടി പൊളിഞ്ഞു. അത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഗുണഭോക്താക്കളുടെ എണ്ണം തെളിയിച്ചു എന്നുള്ള കാര്യം കൂടി ഞാൻ ഇവിടെ എടുത്തു പറയുകയാണ്. കേന്ദ്ര സർക്കാർ കേരളയിൽ പദ്ധതിക്ക് അനുമതി നൽകിയില്ലെന്നും പദ്ധതി സർക്കാർ ഉപേക്ഷിച്ചുവെന്നും മാധ്യമങ്ങൾ നിരന്തരം വ്യാജ വാർത്ത നൽകി. പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല എന്ന് നിരവധി തവണ സർക്കാർ ആവർത്തിച്ചു. കേന്ദ്ര അനുമതിക്കായി കാത്തിരിക്കുകയാണെന്നും സർക്കാർ നിരവധി തവണ ആവർത്തിച്ചു. സാങ്കേതികമായ കാര്യങ്ങൾ നടന്നു വരികയാണെന്ന് നമ്മുടെ സർക്കാർ പറഞ്ഞിട്ടും നമ്മുടെ മാധ്യമങ്ങൾ ഇതൊന്നും പൂസാക്കാതെ ആ വ്യാജ വാർത്ത ഇപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സർക്കാരിന്റെ വികസന പദ്ധതികളെ തുടക്കത്തിലെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന നിഷേധാത്മക സമീപനമാണ് നമ്മുടെ മലയാളത്തിലെ പല മാധ്യമങ്ങളും പിണറായി വിജയന്റെ കാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. തെളിവുകളില്ലാതെ
ഒരു ആരോപണത്തെ സത്യമെന്ന നിലയിൽ ചർച്ച ചെയ്യുന്നു. അത് മാത്രവുമല്ല, വ്യാജ വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ അത് നുണയാണെന്ന് തിരിച്ചറിഞ്ഞാലും തിരുത്തൽ നൽകാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല. അതെന്തുകൊണ്ടാണ്? സത്യം ഷൂടുന്നതേ ഉള്ളൂവെന്നും അപ്പോഴേക്കും നുണ 5G വേഗതയിൽ ഷെയറായി കാണുമെന്നും ഒക്കെ നമ്മുടെ മാധ്യമങ്ങൾക്കറിയാം. സത്യം ചെരിപ്പിട്ട് വരുന്നത് വരെ നുണ വിൽക്കാമല്ലോ എന്നത് തന്നെയാണ് നമ്മുടെ മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്.